അങ്ങനെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. നമ്മളൊരു സ്കൂളിലാണ് കേട്ടോ വണ്ടി വെച്ച സ്കൂൾ ഗ്രൗണ്ടിൽ. പിന്നെ അവിടുത്തെ സ്കൂളും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ടോയ്ലറ്റ് എത്രയും നീറ്റായിരുന്നു കേട്ടോ. ഇത്രയും ആൾക്കാർ പോകുമ്പം അവിടുത്തെ ടോയ്ലറ്റ് എല്ലാം എത്രത്തോളം വൃത്തികേടായിരിക്കും നമുക്കറിയാലോ. പക്ഷേ അവിടുത്തെ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ആ സ്കൂളിലെ. പിന്നെ നമ്മൾ എന്നിട്ട് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കണ്ട ചുഴലിയല്ല ചുഴി കണ്ട 2-3 സ്ഥലത്ത് ഇങ്ങനെ ചുഴിയൊക്കെ കണ്ടു കേട്ടാ. ഞാൻ അജ്ജലിനോട് പറഞ്ഞു കാലൊന്നും ഇട്ടേക്കല്ല, പിന്നെ അപ്പുറത്തെ പുഴയെ കാണുന്നില്ലാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി പോക്കാന്ന് കേട്ടാ. നോക്കുമ്പോക്ക് അച്ഛനെയും മോളെയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഈശ്വര എവിടെ പോയി. അയ്യ അജ്ജലാർന്ന് കല്ലെടുത്ത് തയക്കാൻ തുടങ്ങി. അവിടുത്തെ കല്ല് തയക്കുമ്പോൾ ചന്ദനം കിട്ടുമല്ലോ. അപ്പോൾ ഓരോന്നെടുത്തിട്ട് തയക്കുക, അടച്ചാടുക, അടച്ചയക്കുക, ഇടിച്ചാടുക. അവസാനം ഇതാ ആമീനെയും കൂട്ടിയിട്ടൊന്ന് കുളിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അയിത്താട്ടം പോയി കേട്ടാ. കാരണം നല്ല ഒഴുക്കുണ്ട്. പിന്നെ കൈ വിട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങ് കരക്കോട്ട് വന്നിട്ടാണ് പിന്നെ കുളിച്ചത്. അയിത്താട്ടൻ ആദ്യം അങ്ങോട്ട് പോയാലും ഞാൻ പറഞ്ഞു അയിത്താട്ടൻ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ. പക്ഷേങ്കിൽ അവിടെയൊന്നും അന്നേരം അത്രപ്പോലെ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയത് തന്നെ. അതിൽ ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് വന്ന് ആടെ ഇരുത്തി. രണ്ടാളും ആടെ ഇരുന്ന് നനഞ്ഞ് മുങ്ങി. ഞാൻ പറഞ്ഞ തല നനക്കണ്ട, പനി വരും. പിന്നെ പറയണ്ട ആമീൻ്റെ സന്തോഷം കണ്ട എൻ്റെ അപ്പ ഒന്നും പറയണ്ട. പിന്നെ കൈ വിട്ടിട്ടില്ല കേട്ടോ. കൈ പേടിയാണ്, കാരണം നമ്മൾ പോയത് ഉച്ചക്കാണെങ്കിലും രാവിലെ ഏതോ ഒരു കുട്ടി ഒഴുക്കപ്പെട്ട വാർത്തയൊക്കെ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പേടിച്ചു പോയി. അതുകൊണ്ട് ഇവരോട് പറഞ്ഞിനല്ലോ വെള്ളത്തിൽ കളിക്കാൻ വിടും. പിന്നെ അവർ കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കളിച്ച് പിന്നെ ഇവരാണെങ്കിൽ പിന്നെ കീന്ന്. ഞാൻ പറഞ്ഞ അജ്ജലെ മതി വാ പോവാല വെച്ചാൽ പിന്നെ നമ്മൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടൊക്കെയാണ് ഇരുന്നത് കേട്ടാ. നല്ല പേടിയുണ്ടായിരുന്നു. അയിത്താട്ടം പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്ക്, മാറി നിൽക്ക്, അനക്കൊന്ന് കുളിച്ചിട്ട് വരണം എന്നാണ്. ഇവരെ ഇടിയാക്കിയിട്ട് പോകാൻ അയിത്താട്ടം ധൈര്യമില്ല. നമ്മളങ്ങോട്ട് കരക്കോട്ട് ഇരുത്തിയതിന് ശേഷം അയിത്താട്ടം പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് പക്ഷേ ഈ ആമിയും അജ്ജലും അവിടെ നിന്ന് എണീക്കണ്ടേ. പക്ഷേങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയം തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ അജ്ജലിനോട് പറഞ്ഞു മതി, ഒഴുക്കെല്ലാം കൂടുന്നുണ്ട് എന്നാൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പിടിച്ച് ഇപ്പുറത്തോട്ടാക്കി അയിത്താട്ടനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. പോയില്ല, പോവും. അപ്പോൾ എവിടെയാണ് കുളിക്കണ്ടേന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പറഞ്ഞ അധികം ആഴത്തിലോട്ട് പോവണ്ട, കാരണം നമുക്കാർക്കും നീന്തൽ അറിയില്ല. ആമി പിന്നെ തയക്കൽ ചന്ദനം തയ്ച്ചിടലാന്ന് കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോയാലോ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട കേട്ടാ. അതാ അയിത്താണ് അങ്ങ് പോയിട്ട് ഒന്ന് നനഞ്ഞിട്ട് വന്ന്. ഈറനോടെ പോകണമെന്നാന്നല്ല പറയാം. എന്നിട്ട് ഇവരെല്ലാം കുളിച്ച് കഴിഞ്ഞപ്പോൾ എനക്കും ആഗ്രഹം ഒന്ന് മുങ്ങണം എന്ന്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ത്രീകൾ വന്നിട്ട് അവർ ചോദിക്കുന്നത് എവിടെയും മുങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം അയിത്താട്ടം പറയുന്നുണ്ട് ഇവിടെ മുങ്ങാനൊന്നും പറ്റൂല, വെച്ചാൽ മുങ്ങാൻ മാത്രമുള്ള വെള്ളം ആവാത്തില്ല. എന്നിട്ട് അവരപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഞാൻ പിന്നെ കുറച്ചിങ്ങനെ താഴാടി ഇരുന്ന് വയ്യോക്കുമ്പോൾ എന്തോരു തണുപ്പാ എൻ്റെ ഭഗവാനെ. ഈ പിള്ളമാരെങ്ങനെയാണ് അവിടെ നിന്നത്. വീഡിയോ എടുക്കല്ലടാന്ന് പറഞ്ഞ് ഞാൻ അവരെ പറയലാട്ടോ. അഞ്ചനാർന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടേന്. അമാതിരി തണുപ്പായിരുന്നു കേട്ടാ. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇവർക്കുള്ളതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എനക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല. പിന്നെ തണുത്ത് നല്ല തണുപ്പായിരുന്നു, നടക്കാൻ പോലും പറ്റുന്നില്ല. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അങ്ങനെ പോയി. ഇതാ വയ്യ നമ്മൾ അവസാനം എവിടെ എത്തി, ക്ഷേത്രത്തിലോട്ടേക്ക് പോകാനുള്ള ഇതായി. അങ്ങനെ തൊഴുതിറങ്ങി പ്രദക്ഷിണം വെക്കലാന്ന് കേട്ടാ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പറയാമെന്ന് വിചാരിച്ചാൽ ഒറ്റ മഴയുണ്ടായിട്ടില്ല. നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്തൊന്നും മഴയുണ്ടായിട്ടില്ല. മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കൊടയും വടിയും തട്ടലും മുട്ടലും ഒക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ അതൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് തൊഴാൻ പറ്റി. നല്ല സമാധാനമായിരുന്നു കേട്ടോ തൊഴുത്. പിന്നെ പിന്നെ ഒരു തീർത്ഥ ജലമുണ്ട്. ഇത്രയും കലക്ക വെള്ളത്തിൻ്റെ ഇടയിൽ ആ ഒരു തീർത്ഥ വെള്ളം നോക്കറ അത്രയും തെളിഞ്ഞിട്ട് വരുന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അതെങ്ങനെ ഇത്രമാത്രം തെളിഞ്ഞത്. പുറത്തുള്ള വെള്ളം തെച്ചു കലക്ക്, ആ തീർത്ഥജലം കണ്ട നല്ല തെളിഞ്ഞ വെള്ളം. ശ്വാസം വിട്ടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ പിന്നെ എന്താണ് ക്ഷേത്രത്തിലേക്ക് പിന്നെ ഈ സതീദേവി ആത്മഹൂതി ചെയ്ത സ്ഥലമാണെന്നൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള അറിവൊന്നും എനിക്കധികം അറിയില്ല. കുറേ യൂട്യൂബ് ചാനലിൽ നോക്കി
പിന്നെ അതിൽ കഥകളൊക്കെ മനസ്സിലായിരുന്നു, പക്ഷെ അതും പറയാൻ മാത്രം ഞാൻ ആയില്ല. എനിക്കറിയില്ല അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. കുറേ കല്ലെല്ലാം പൊറുക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്നത്, ഇതെന്തിനാ വെക്കുന്നതെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ അറിയാം? എനിക്കറിയില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ അവിടെ കണ്ടതെന്ന് വെച്ചാൽ മഞ്ഞച്ചരടിൽ പിന്നെ മാലയിൽ താലിച്ചപ്പ് അത് കോർത്തിട്ട് അവിടെ വെച്ചിട്ട് കണ്ടിന്. പിന്നെ എന്നിട്ട് പിന്നെ കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്വർണത്തിൻ്റെ ചപ്പന്നെയാ തോന്നുന്നത്, താലിമാലേൻ്റെ വല്ല നേർച്ചയും മറ്റും ആയിരിക്കും. അതിനെ പറ്റിയിട്ട് അധികം എനക്ക് അറിയില്ല. അങ്ങനെ ഇതാ എന്നിട്ട് അജ്വലും ആമിയും എന്ത് പറഞ്ഞിട്ട് എല്ലാവരും കല്ല് പൊറുക്കി വെക്കുന്നുണ്ടിട്ട് അവരും അതുപോലെ കല്ല് പൊറുക്കി വെച്ചു. ഇതാണോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടാ. അതാ അവിടെ വിളക്കെല്ലാം തെളിയിച്ച് നല്ല ഐശ്വര്യമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പ്രകൃതി നല്ല എന്നാ പറയാ, എത്ര മനോഹരിയാ നോക്കിയാട്ടെ കേട്ടാ. എന്നാന്നല്ലേ കോടയൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പകൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം സന്ധ്യാസമയത്ത് പോകുന്നത്. അധികം വെയിലും ഇല്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ പോയത് ആനേൻ്റെ അടുത്താണ്. ആനേനെ നോക്കടോ, അജ്ജൽ പറഞ്ഞ ആനപ്പെണ്ടോണ്ടമ്മേ നോക്കി നടന്നിട്ടില്ലെങ്കിൽ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഇതാ ഈ ആന ഒരു പാവാട്ടാ. പിള്ളേർ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ അവൻ ആടിക്കളിക്കുന്നുണ്ട്. ഓൻ പിള്ളേരോട് നല്ല സ്നേഹമുള്ള ആനയാ തോന്നും. ഇവനാണ് കാശിനാഥൻ, മറ്റേ ആന രാജീവൻ. അതിൻ്റെ മുന്നിൽ വേറെന്തോ പേരുണ്ട് കേട്ടോ, എനിക്കത് ഓർമ്മയില്ല. രാജീവനും കാശിനാഥനും. കാശിനാഥനാണ് ശിവന്റെ തിടമ്പേറ്റ് നടത്തുന്നത്, പാർവതീൻ്റെത് രാജീവൻ. അപ്പോൾ രാജീവൻ ഇച്ചിരി കുരുത്തം കെട്ടവനാണോ എന്നൊരു സംശയം. പാപ്പാനില്ലെങ്കിൽ ഓന് വേഗം ദേഷ്യം പിടിക്കുന്നൊക്കെയാണ് അവരവിടുന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് രാജീവനെ അധികം മൈൻഡാക്കിയില്ല. നമ്മൾ കാശിനാഥൻ്റെ അടുത്ത് മാത്രം പോയി നിന്ന്. കാരണം പോയി നിന്ന് പറഞ്ഞാൽ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടാ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് നിന്നത്. പിന്നെ ആനയാണ് കാര്യമാണ്, എനിക്ക് പേടിയാണ്. അപ്പോൾ അതാ അജ്ജലും ആമയും അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അച്ഛാ വാ പോവാല വയ്യ. ലാസ്റ്റ് അച്ഛനിങ്ങ് വന്നു കേട്ടാ. എന്നിട്ട് കുറച്ചങ്ങോട്ട് വേറൊരു സ്ഥലത്ത് തൊഴാനുണ്ടായിരുന്നു, അവിടെയൊക്കെ തൊഴുത് പ്രകൃതി നോക്കിയാട്ടെ. എന്തൊരു രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ. ആമീനോടാണ് അത് കിണറാന്ന് കേട്ടാ. കിണറൊന്നല്ല തോന്നുന്നത്, പായസം വെക്കുന്ന പാത്രമില്ലേ അതങ്ങാറ്റാ തോന്നുന്നു. തിരിച്ച് നമ്മൾ വീട്ടിലോട്ടേക്ക് പോവാലായി. നോക്കിയാട്ടെ ഒഴുക്കിൻ്റെ ശക്തി കൂടി. ആ തടയണ പിറ്റേ ദിവസം ആകുമ്പോൾ പൊട്ടിയിട്ട് ന്യൂസിൽ കണ്ടിന് കേട്ടാ. അത്രയും ഒഴുക്കും ശക്തിയുണ്ട്, കാരണം റെഡ് അലേർട്ടാണ്. പിന്നെ ചന്ത ടൈം എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഓടപ്പൂ, പിന്നെ കൊട്ടിയൂർ വന്ന ഓടപ്പൂ വാങ്ങണല്ല. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ കഥയൊന്നും പറയാണ്ടിരിക്കുന്ന മാഷേ ഭേദം. കാരണം നമ്മൾ കൊട്ടിയൂർ തൊട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം തപ്പി നടക്കുന്നത്. ഓരോ ഹോട്ടലെത്തുമ്പോഴേക്കും അവിടെ 1ഉം 2ഉം ബസ് അവിടെ നിർത്തിയിട്ടുണ്ടാവും. ആടത്തെ ആൾക്കാർക്ക് കഴിച്ചിട്ടാമല്ലേ നമുക്ക് കിട്ടൂലും. പിന്നെയും യാത്ര തുടർന്ന് അങ്ങനെ അവസാനം മട്ടന്നൂരെത്തി. ആടെ അപ്പോഴേക്ക് പിള്ളേർ ഉറങ്ങി കേട്ടോ. അവരെ ഉറക്കത്തൊക്കെ വിളിച്ച്, കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ മഴയുണ്ടായിട്ട് ചാടി ഓടി കയറി ഹോട്ടലിൽ കയറിയതായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ മന്തിയാണെന്നുള്ളത് എന്ന് പറഞ്ഞു. അയ്യോ മന്തിയും വേണ്ട, അൽഫാമും വേണ്ട, പൊറോട്ടയും ബിരിയാണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പയ്യെ ലാസ്റ്റ് നമ്മൾ അൽഫാമും പിന്നെ എന്നാണ് കുബൂസുമാണ് കഴിച്ചത്. പിന്നെ എന്നാ വേണ്ടത്, പിന്നെ പൊറോട്ടയും ബിരിയാണിയും എന്നൊക്കെ ആയിരുന്നു പിള്ളേർ പറഞ്ഞത്. അജ്വലിന് ഇതിഷ്ടമാണ് കേട്ടോ. പയ്യ അതൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് അജ്വൽ അത് ഷവർമ്മയാക്കിയിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആടത്തെ പിന്നെ സലാഡും മയണൈസും പിന്നെ ചിക്കനും എല്ലാം ഇട്ട് സോസെല്ലാം ഇട്ടിട്ട് ഇതെൻ്റെ മോളാടുന്ന് ഉറങ്ങി തൂങ്ങുന്ന. ഓള് കഴിച്ചിട്ടില്ല കേട്ടാ. പിന്നെ പകുതി കഴിച്ചിട്ട് ബാക്കി ആയിത്താട്ടനങ്ങ് കഴിച്ച്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ അജ്വലാടുന്ന് എന്തൊക്കെയോ ആക്കിയിട്ട് അത് നല്ല അടിപൊളിയാന്ന് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കണ്ടേന്നെല്ലാം പറഞ്ഞിട്ട് അജ്വലിൻ്റെ പിടുത്തങ്ങ് പിടിച്ചേണ്ട. അമ്മ മതി വീഡിയോ എടുക്കാണ്ട് നിൽക്കുമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നിർത്തിയാട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് അജ്വല് കണ്ടാ. തിന്നുന്നത് കാണിച്ചു തരൂല ചക്ക. അപ്പം എല്ലാവരും അങ്ങനെ കഴിച്ചു. ഒരു മറ്റേന്നാന്ന് ലൈം ടീയും കൂടി പറഞ്ഞിന്, പക്ഷെ എൻ്റെ മൂക്ക് അത് വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഉറക്കെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെന്താണ് ബിരിയാണിയും പൊറോട്ടയെല്ലാം തപ്പി പോയിട്ടോ കിട്ടാത്തത് എന്തുകൊണ്ടാണ്